നമ്മളിപ്പോൾ നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി വയ്ക്കുന്ന രീതിയാണ് ഇവിടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മേടിച്ചേക്കുന്ന ഒരു 3 കിലോ ചിക്കനാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങി കഴിയുമ്പോൾ 2 കിലോ സംതിങ്ങേ വരുള്ളൂ ഇതിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിൻ്റെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് സവോള, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, അതുപോലെ പച്ചമുളക്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പാചകം ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിയ ശേഷം നമ്മളത് കണ്ടായിരുന്നു, ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓരോന്നോരോന്നേരം ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ വെളുത്തുള്ളി ആയിരുന്നു, ശേഷം ശേഷം തൊട്ട് പുറകെ നമ്മൾ ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ഇട്ട ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ട്, ആദ്യം ചെയ്യാമെന്ന് ഇറക്കി. ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പച്ചമുളക് ഇടുന്നു. ശേഷം നമ്മൾ തക്കാളി മേടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കണം. നമ്മൾ ഇത് സവോളയുടെ ഇതിനൊക്കെ ഒരു ആവറേജ് അളവെന്ന് പറഞ്ഞാൽ നമ്മൾ സവോളയിൽ ഒരു 3 സവോളയാണ് കഴിയുന്നത്. അതിനനുബന്ധമായിട്ടാണ് ബാക്കിയുള്ള കല്ല് എടുക്കുക. ഇതിനൊക്കെ കരിയാപ്പില നമ്മൾ കൂടെ ആഡ് ചെയ്ത് നമ്മൾ അതിലേക്ക് കൊടുക്കും. ഇറക്കി നമ്മൾ അതിൻ്റെ നമ്മുടെ ഗ്യാസിൻ്റെ ഒരു ഇത് കുറച്ച് വയ്ക്കാം. ഇത് നമ്മളിടയ്ക്ക് കൊടുത്തിട്ട് ഇതൊരു ബ്രൗൺ കളറാകുന്ന സമയം വരെ നമ്മളിടയ്ക്ക് കൊടുത്തിരിക്കും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ അതിലേക്ക് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപ്പ് നമ്മൾ പാകത്തിന് ഇടുകയാണെങ്കിൽ നമുക്ക് വഴണ്ട് കിട്ടാൻ എളുപ്പമുണ്ട്. ആവശ്യം ഇടാവുള്ളൂ, ഓരോരുത്തരനുസരിച്ച് ഇടാവുള്ളൂ. ഞാൻ ഇത്രയാണ് ഇടുന്നത്, ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ നമ്മൾ ഇറക്കി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മളിട്ടിരുന്ന സവോള വഴണ്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ചിക്കനാണ്, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിറക്കി നമ്മൾ ഇടുമ്പം അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ വെള്ളം ഇല്ലാതെ വേണം ഇടാനായിട്ട്. ഒട്ടും വെള്ളം അതിനകത്ത് വിടാൻ പാടില്ല. അപ്പോൾ കഴുകി വയ്ക്കുമ്പം എങ്ങനെയാണെങ്കിലും കുറച്ച് വെള്ളം അടി കാണും. അത് പിറക്കിയിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇടുക. ഇങ്ങനെ വെള്ളം ഉള്ളത് കുടഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും മൊത്തം ഇടുകയാണ്. ഇട്ട ശേഷം നമ്മളതിന് നമ്മൾ ഇറക്കി ചേർക്കുക. നമ്മൾ ഇറക്കുമ്പോഴത്തേക്ക് നമ്മളിതൊരു പകുതി വയ്ക്കാം. ഇവിടെ പിടിച്ച് ശരിക്കും ഇറക്കി ചേർക്കുക. നല്ല സ്പീനായിട്ട് നമ്മൾ ഇറക്കി ചേർക്കുക. അപ്പോൾ നമ്മൾ കരുതി ആ ഒരു കളറിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലിയറായിട്ട് ഇതിന് ഇളക്കി ചേർക്കുക. ഇത് ഏകദേശം നമ്മൾ 3 കിലോ വാങ്ങിയെങ്കിലും നമ്മളിത് ഒരു 2 കിലോ ഇപ്പോൾ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഒരു 3-4 സവോള വരെ നമുക്കിത് ഉപയോഗിക്കാം. അതിനനുബന്ധമായിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ വരുന്നത്. ഇളക്കി ഇത് നമ്മൾ എല്ലാ ഭാഗത്തും എത്തിച്ച് ചേർത്തിട്ട് നമ്മളിത് ഒരു അടപ്പ് വെച്ച് നമ്മളിത് ഇളക്കി ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി നമ്മൾ ഒരു അടപ്പ് വെച്ച് അടച്ച് 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ അടച്ച് വയ്ക്കുക. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, എടുത്ത് വയ്ക്കുക. ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മളൊക്കെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ചാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ അളവനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചാണ്, കഴിക്കുന്ന അനുസരിച്ചാണ് നമ്മളതിൻ്റെ അളവെടുക്കേണ്ടത്. ഏകദേശം നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ എന്താണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി അല്പം കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ പൊടി കഴിഞ്ഞ് അല്പം കൂടെ കൂടുതലാണ് നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നത്.
നമ്മൾ മുളക് പൊടി ഇടണം. മുളക് പൊടി നമ്മൾ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. കാര്യം എരിവ് കൂടുതൽ വേണ്ടാണെങ്കിൽ കൂടുതൽ ഇടുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് എരിവാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ഈ ചിക്കൻ പൊടിക്കകത്തുള്ള എരിവും പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ എരിവുള്ളതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് ഇടാം. അപ്പോൾ അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അത് ആവശ്യത്തിന് ഇടുക. കറി മസാലയാണ് നമ്മൾ ഗരം മസാലയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. എന്നിരുന്നാലും ഇത് ഈ അരപ്പിൻ്റെ കൂടെ നമ്മൾ ചൂടാക്കാനായിട്ട് നമ്മൾ കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ നേരത്തെ അടുപ്പ് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ശരം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, പെട്ടെന്ന് ഇതായിക്കോളും. നമ്മൾ ആ ചട്ടിയിലേക്ക് നമ്മളിത് ആഡ് ചെയ്യുക. നമുക്ക് മല്ലിപ്പൊടിയും ചിക്കൻ പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ ഇടുന്നത്. ശേഷം നമ്മളിത് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയുള്ള സമയത്താണ് നമുക്ക് എന്തെങ്കിലും വേറെ ഒരു ശ്രദ്ധയിലേക്ക് പോകാതെ ഇതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി ഒരു ലൈറ്റായിട്ട് തീ കൊടുക്കുക. നമുക്കൊരു പച്ചമണം, ഒരു മണം, നമുക്ക് ചെറിയൊരു മണം കിട്ടും. ആ മണം വരുന്ന സമയത്ത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. കരിയാതെ നോക്കുക. ലൈറ്റായിട്ട് നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയൊരു കളർ മാറി വരും. നമ്മളിട്ട് ആ കളറല്ല, ആ പൊടികളെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അത് ചെറുതായിട്ട് കരിയാതെ നമ്മൾ നോക്കണം. അപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇറക്കി കൊടുക്കുന്ന വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇടയ്ക്ക് ശേഷം ചേർക്കാവുള്ളൂ. കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കണം. പച്ചവെള്ളം ഒരു ആവശ്യം ഒഴിക്കരുത്. ആ വെള്ളം നമ്മൾ ചൂടാക്കി വേറെ വെള്ളം എടുത്ത് വെച്ച് തിളപ്പിച്ച് അത് ഒഴിക്കാവുള്ളൂ. അങ്ങനെ ഒഴിക്കാനുള്ള ഗുണം നമുക്ക് അധികം നേരം നമുക്ക് എടുക്കാതെ തന്നെ നമുക്ക് ഈ കറി നമുക്ക് ആകാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് കൊടുക്കും. നന്നായിട്ട് തന്നെയാണ് എല്ലാം അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അവിടെ ഞാൻ നമ്മുടെ ഇപ്പം കറിക്ക് വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. ഈ വെള്ളം നമ്മളിലേക്ക് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഒഴിക്കാവുള്ളൂ നമ്മൾ ഇപ്പം. അപ്പോൾ അതുപോലെ നമ്മൾ ഗ്യാസ് നമ്മൾ ഇച്ചിരി തീ ശലം കൂട്ടി കൊടുക്കുക. ഇനിയിപ്പം ഇത് ചേർന്ന് അരപ്പ് ആവശ്യമുള്ള അരപ്പുണ്ട്. ഒരു കറിക്ക് ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇത് തിളച്ച് കിട്ടിയാൽ മാത്രം മതി, നമുക്ക് കഴിക്കാം. അപ്പം ഒരുപാട് വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി വയ്ക്കാനായിട്ട് നമുക്ക് പറ്റിയത്. ഇങ്ങനെ ഇടയ്ക്ക് ചേർത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നമ്മൾ നോക്കണം. നമ്മൾ ഉപ്പ് ആവശ്യം ഇട്ടാണ്, എന്നാലും നോക്കുന്നതല്ലായിരിക്കും. അടച്ച് വയ്ക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില നമ്മൾ ഇടുകയാണ്. ഇതൊരു അലങ്കാരത്തിനല്ല, ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇത് ഒരു അല്പം നേരം ജസ്റ്റ് നിറച്ച് വെച്ചിട്ട്, അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള വിധത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു വലിയൊരു കാര്യം പറയാനുള്ളത്, ഈ കറി വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. ഇതിന് പിന്നിൽ ഒരു വലിയൊരു ഹെൽപ്പിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ പ്രിയതമയായ ശ്രീമതി രജനിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പം അദ്ദേഹത്തിനും എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഒപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്മീസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.